അല്ലെന്നോ ആൾക്കാർ വരുമ്പോ പിന്നെ എന്തൊക്കെയാ കൊടുക്കണത്? ഈ ഉള്ളിയോണ്ട് കുറച്ച് ചോറാണ്ട് വെക്കാം. ഇപ്പൊ സെലി വരട്ടെ, ഓളോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ചോറ് മാത്രം വെച്ചാ മതിയാ? ബാക്കിയൊക്കെ ഞാൻ ഇന്നാളാ പാത്തുമുത്താത്താനോട് സൽക്കാരത്തിനോ അതിന്റെ റബ്ബേ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. 3 വിധം ചോറ്, പിന്നെ ഇറച്ചിയോണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിക്കണം. അത് മാത്രല്ല ഒരു 3-4 തരം ജ്യൂസ്. നിങ്ങൾ അറിഞ്ഞാൽ ആൾക്കാരുടെ അടിയിൽ മാനം കെടാൻ പറ്റൂലല്ലോ. എല്ലാ സാധനം വേണ്ട ഒപ്പിച്ച. ഞമ്മക്കിപ്പോ അതിന് കുറവൊന്നും ഇല്ലല്ലോ. എല്ലാ സാധനം കൊണ്ട് വാങ്ങണം. ഞാൻ സെലിനോട് പറയാ, ഓള് അവിടെ ഒത്തുണ്ട്, ഓളോട് ചോദിച്ചു നോക്കട്ടെ ഇനിയിപ്പൊ എന്തൊക്കെ വേണമെന്നൊക്കെ. ഓള് തീരുമാനിച്ചോളും. സൽക്കാരം എന്ന് പറഞ്ഞാ പോരാ, എല്ലാ സാധനങ്ങളും ആണപ്പോ. കല്യാണത്തിനാണെങ്കിൽ നമ്മളെ അറിയണ്ട. സൽക്കാരം നടക്കുമ്പോ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ വെച്ചുകാണ്ടല്ലേ. പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോ മോശമല്ലേ ഒന്നും ഇല്ലാഞ്ഞാല്. ഇപ്പൊ എല്ലാ പേരിലും ഞാൻ പോണ്ടല്ലേ ഇപ്പൊ അത് വെക്കാനും സഹായിച്ചാനൊക്കെ. അവിടെയൊക്കെ എന്തെല്ലാം സാധനങ്ങളാ ഉള്ളത് അറിയാം. ഇവിടെ ഇപ്പൊ ഞാൻ വന്നു നോക്കിയപ്പോ നിങ്ങളെ ഒരു വർത്താനം കേൾക്കാനില്ല. തന്നെ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇപ്പൊ പെരിയിലെത്തുണ്ടാക്കലില്ലല്ലോ, ഒക്കെ അങ്ങോട്ട് കടയിൽ പോയി കൊണ്ടില്ലല്ലേ. പെരിയുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പൊ എത്തും പണില്ല. പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എന്തേലും കല്യാണത്തിന് ഉള്ളി വലിച്ചാൻ പോവുക, അതൊരു രസം തന്നെയല്ലേ തലേന്ന്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നമ്മളോട് വിളിച്ചറിഞ്ഞാൽ മതി, ഓർഡർ ചെയ്ത് അവിടെ എത്തി. ഏതായാലും ഈ ഉള്ളിയാണ് തൊലിച്ചുകൂടെ. ഞാൻ ഓളോട് പോയിക്കാണ്ട് വിവരങ്ങളൊക്കെ പറയട്ടെ, എന്തൊക്കെ സാധനങ്ങളപ്പൊ മാണ്ടിയത് എന്നൊക്കെ. അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊണ്ട് നിങ്ങൾ അവിടെ വെച്ചാണ്. നിലത്തിരുന്നാ പിന്നെ ഇപ്പൊ നീച്ചാനും വെച്ച. പണ്ടൊക്കെ നമ്മള് നിലത്തിരുന്നുകാണ്ടല്ലേ ഉള്ളിയൊക്കെ തൊലിച്ചീന്റെ. ഇപ്പൊ നീച്ചാനും വെച്ച. അതിന്റെ റബ്ബേ. മോളെ സൂറാത്ത ചോദിക്കണേ എന്തൊക്കെ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടിയത്. അതൊന്ന് വന്നുകാണ്ട് ഇത് പറഞ്ഞു വിട്ടാ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. ബിരിയാണി ഏതായാലും ഇവിടെ വെക്കാൻ വിചാരിച്ച് അവരുടെ ഉള്ളി തൊലിച്ചിന്. ഇത് വന്നുകാണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ടാ. ഇന്നോടൊന്നും പറയണ്ട. ഇത്രയും ആൾക്കാർക്കെല്ലാം കൂടി സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയേ എത്രങ്ങാനും കാശാവും. അല്ല സൂറാത്ത പിന്നെ അവിടെ എന്തിനാ വന്നിട്ടുള്ളത്? അതിനൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കാനല്ലേ നമ്മള് ഇക്കാനോട് ചോദിക്കാനും പറ്റൂല. ഇപ്പൊ അടുത്താണ് ഇപ്പൊ 10,000 രൂപ അയച്ചത്. അതൊക്കെ എന്താ കാട്ടി വെക്കും. നിങ്ങളിപ്പോ ബിരിയാണി വെച്ചിട്ട് നമുക്ക് സൽക്കാരം വിളിച്ചാൽ മതി. നിങ്ങളിപ്പോ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചോറ് അങ്ങോട്ട് വെച്ചാൽ അത് മതി. ഇപ്പൊ അല്ലാതെ പെക്കങ്ങനെ പൈസ ചെലവാക്കണം. ഓളെ വർത്താനം കേട്ടാ വിചാരിച്ചു നിന്റെ പെരിയുള്ളവരെല്ലാരും കൂടെ സൽക്കരിച്ചിട്ടുണ്ട്. ഓളെ പെരിയുള്ളവരെയാണ് ഇപ്പൊ എല്ലാരും കൂടി സൽക്കരിച്ചിട്ടുണ്ട്. ഓളെ ആങ്ങളുടെ പെണ്ണുങ്ങളെയും ഇപ്പൊ കല്യാണം കഴിഞ്ഞ അനുസത്തിനെയും ഓലൊക്കെയാണ് ഇപ്പൊ വിരുന്ന് വിളിച്ചിട്ടുണ്ട്. എന്തേ കാട്ടിക്കോട്ടെ.